ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലിനാണ് 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 47ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2023 47ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 47ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. പ്രഥമ ഇ മലയാളി പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രഥമ ഇ മലയാളി പുരസ്കാരം ലഭിച്ചതാർക്ക്? മേതിൽ രാധാകൃഷ്ണൻ. എഴുത്തുകാരനായ മേതിൽ രാധാകൃഷ്ണനാണ് പ്രഥമ ഇ മലയാളി പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ദീപിക പാദുകോൺ. ദീപിക പാദുകോൺ ആണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത്. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. ഹാപ്പി ലോങ് ലൈഫ് ആണ് KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാർ ആയത്? 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാർ ആയത് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാർ ആയത്. 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത്? 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത്. 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു. തങ്കു എന്ന മുയലായിരുന്നു 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്? 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യ. ഇന്ത്യയാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. ഇന്ത്യയിലെ അഹമ്മദാബാദ് നഗരമാണ് ആതിഥേയ നഗരം. കേരളത്തിലെ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം. കേരളത്തിലെ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? KP സുധീര. KP സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? MK സാനു. MK സാനുവിനാണ് 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? M മുകുന്ദൻ. M മുകുന്ദനാണ് 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചതാർക്ക്? C ഭാഗ്യനാഥ്. C ഭാഗ്യനാഥിനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത്. 2025 ഫിഫ അണ്ടർ 20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻസ്. 2025 ഫിഫ അണ്ടർ 20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻസ് മൊറോക്കോ. മൊറോക്കോ ആയിരുന്നു 2025 ഫിഫ അണ്ടർ 20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻസ്.
2025 ഫിഫ അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് വേദി. 2025 ഫിഫ അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് വേദി ചിലി. ചിലിയായിരുന്നു 2025 ഫിഫ അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് വേദി. ഒരു ദിവസം 3 അവയവമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രി. ഒരു ദിവസം 3 അവയവമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജാണ് ഒരു ദിവസം 3 അവയവമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രി. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതെന്ന്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതെന്ന് 2025 ഒക്ടോബർ 16. 2025 ഒക്ടോബർ 16 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? BR ഗവായി. BR ഗവായി അല്ലെങ്കിൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആയിരുന്നു ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡോക്ടർ MR രാഘവ വാര്യർ. ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2025 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ KP ശങ്കരൻ. പ്രൊഫസർ KP ശങ്കരനാണ് 2025 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത്. 2024 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതാർക്ക്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2025 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത്. 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതാർക്ക്? 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ V മധുസൂദനൻ നായർ. പ്രൊഫസർ V മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത്. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം വൃത്തിയില്ലാത്ത ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം വൃത്തിയില്ലാത്ത ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് മധുര. തമിഴ്നാട്ടിലെ മധുരയാണ് സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം വൃത്തിയില്ലാത്ത ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? NS മാധവൻ. NS മാധവനാണ് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേരള പോലീസും RDFും ആരംഭിച്ച ഓപ്പറേഷൻ. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേരള പോലീസും RDFും ആരംഭിച്ച ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിതയാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേരള പോലീസും RDFും ആരംഭിച്ച ഓപ്പറേഷൻ. 2025 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡേവിഡ് സലോയി. ഡേവിഡ് സലോയിക്കാണ് 2025 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഡേവിഡ് സലോയുടെ ഫ്ലഷ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. 2024 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്ക്? സാമന്ത ഹാർവി. സാമന്ത ഹാർവിക്കാണ് 2024 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന ഹ്രസ്വ നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്.
2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. 102ാം സ്ഥാനത്താണ് 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം.